നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ, അതോ ഈ ഒരു റിലേഷൻഷിപ്പ് അവരിപ്പോൾ എൻ്റെ ആക്കി പോയത് തന്നെയാണോ എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആക്കി തന്നെയാണോ അവർ പോയിട്ടുള്ളത്, ഇനി അവർ തിരിച്ചു വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് ദ എംപറർ കാർഡാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. കാരണം ഇവര് ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവരുടെ ഈ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് വരുള്ളൂ. അതായത് നിങ്ങളില്ലാതെ ഇനി പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ അവരുടെ എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തകിടം മറിയുന്ന, അവരുടെ മൈൻഡിൻ്റെ കൺട്രോൾ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ. അല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ തിരിച്ചു വരാൻ ഒരുപാട് മെനക്കെടാണ്. കാരണം അവർ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല. കാരണം അവർക്ക് അത്രയും അവരുടെ മൈൻഡ് അവരുടെ കൺട്രോളാണ്. എങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അതുപോലെ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് ഇവർ. അപ്പോൾ അവരെവിടെയും താഴ്ന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ നിങ്ങളുടെ മുൻപിൽ തന്നുകൊണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവരാണ് ഇവർ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള പേഴ്സൺസിന് ശരിക്കും നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ ഈ ഒരു മനസ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെടും. അവർ തിരിച്ചു വരും. അതല്ല എന്നുണ്ടെങ്കിൽ, അവർ തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു അളവ് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ദ ഹാങ്ഡ് മാൻ ആണ്. ഈ ഒരു കാര്യം തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. കാരണം അവരിപ്പോൾ സ്റ്റെക്ക് സിറ്റുവേഷനിലാണ്. അവർ ഇവിടെ ഈ ഒരു ഈഗോ ഉള്ള, അതായത് ഈ ഒരു എംപറർ കാർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവരുടെ ഈഗോ അവരെ അവിടെ സ്റ്റെക്കാക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് അല്ലെങ്കിലും ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് പാലിക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്ത് അവർ ഈ റിലേഷൻഷിപ്പ് വിട്ടൊന്നും പോവില്ല. പക്ഷേ അവരായിട്ട് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡെവിൽ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. അതായത് ഇവർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വഴക്ക് കൂടുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ഉണ്ടാവുന്നത്. കുറച്ച്, അതായത് വളരെ കുറച്ച് മാത്രം ഒരു സന്തോഷമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ ഇവർ നിങ്ങളോട് നിൽക്കുകയും കൂടുതൽ സമയം നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇവർ ഒരുപാട് സമയം നിങ്ങളെ കൺട്രോൾ ചെയ്യുകയും നിങ്ങളെ വഴക്ക് പറയുകയും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവാതിരിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇവർ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇവരെ പല സമയങ്ങളും നിങ്ങളെ ഇഗ്നോർ ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു മെൻ്റൽ പെയിൻ തരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. അവർ മാനസികമായിട്ട് എപ്പോഴും നിങ്ങളെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോവുക, എന്നിട്ട് ചില സമയത്ത് ഭയങ്കര സ്നേഹമുള്ള പോലെ നിങ്ങളുടെ അടുത്ത് നിൽക്കുക. ഇതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഈ കിട്ടുന്ന ഈ ഒരു സ്നേഹം അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇടയ്ക്ക് കിട്ടുന്ന ഈ ഒരു നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിക്കൻ കറി കിട്ടുന്ന പോലെ ആ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓരോ ഞായറാഴ്ചയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ എംപറർ എനർജിയാണ്. ഇവരുടെ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നവരല്ല. എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ ഉള്ള ആളുകളാണ്. അതുപോലെ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മെൻ്റൽ പീസിനനുസരിച്ച് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർക്ക് തോന്നുമ്പോൾ മാത്രമേ ഇവർ നിങ്ങളോട് കണക്റ്റഡ് ആവുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇവരുടെ അല്ലെങ്കിൽ ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിൻ്റെ ഒരു ഇമോഷൻസിന് അത്ര വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല ഈ ഒരു പേഴ്സൺ. ഓക്കെ, സെവൻ ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പഴയ കാലങ്ങളൊക്കെ, അതായത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ടൈമൊക്കെ ഇവർ മനസ്സിലിങ്ങനെ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ്. ടെമ്പറൻസ് എന്നാണ് പറയുന്നത്. ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരണം. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഇവരിങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അതായത് ഇവർ വളരെ കുറച്ച് മാത്രം നിങ്ങൾക്ക് സ്നേഹം തന്ന് നിങ്ങളുടെ ഇമോഷൻസിനെ ഇവർ ഇതുപോലെ പന്താടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇംബാലൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളിവർ ഒരു ടോക്സിക് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് നിങ്ങളൊരു അന്ധതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ അതാണ് ഈ ഒരു ഏഞ്ചൽ മെസ്സേജ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിലെ ബാലൻസിലോട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. ഈ റിലേഷൻഷിപ്പിൽ അവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇതൊരു കർമ്മയാണ്. ഒരു കർമ്മ ക്ലിയറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്ന് വിട്ടുപോകാൻ വേണ്ടി പറ്റാത്തത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് ആ ഒരു ടൈം ആകുമ്പോഴേ നിങ്ങൾ ഇത് എന്നെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കൊരു പ്രാധാന്യവും ഇല്ലാത്ത റിലേഷൻഷിപ്പാണിത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമിലോട്ട് ആയാൽ മാത്രമേ, ഈ ഒരു കർമ്മ ക്ലിയറൻസ് ആയാൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു റിയലൈസേഷനിലോട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു പ്രണയമാണ് ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണയിലായിരിക്കും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ആയിട്ടാണ് നിങ്ങളെ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇതൊരു കർമ്മയാണ്, നിങ്ങളെ ഈ ഒരു കാർമിക് സൈക്കിളിൽ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കണം എന്നുള്ളതാണ്. ഫോർ ഓഫ് കപ്സ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും സ്നേഹത്തിൻ്റെ ഒരു കപ്സ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇവർ എപ്പോഴെങ്കിലും ഇങ്ങനെ കൊണ്ടുതരുന്ന ആ ഒരു സ്നേഹം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഈ ഒരു ഇമോഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സോട് കൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങളെ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഇവരിങ്ങനെ അപ്രോച്ച് ചെയ്യും. അപ്പം നിങ്ങൾ ലോട്ടറി അടിച്ച പോലത്തെ സന്തോഷത്തിൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു അവസ്ഥയിലോട്ട് അവർ നിങ്ങളെ കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ക്യൂൻ ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങളുള്ളത്. അത്രയും സ്നേഹമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട്.
ഈ ഒരു ക്യൂ നോക്ക്, ഈ ഒരു കപ്സിലോട്ട് മാത്രമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഇവർ ഈ ഒരു സ്നേഹത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ ഒരു സ്നേഹത്തിൽ ഇവർ വിശ്വസിച്ചിരിക്കുകയാണ്. ബാക്കി ഇവരെ എത്രമാത്രം ഹേർട്ട് ചെയ്താലും ആ ഒരു പെയിൻ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യാത്തത് ഇവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു കപ്പിലോട്ട് മാത്രം ആയതുകൊണ്ടാണ്. ഇവർ എപ്പോഴെങ്കിലും ഒരു പരിഗണന കിട്ടുന്ന ആ ഒരു പരിഗണനയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ മാത്രം ഇമ്പോർട്ടൻസ് കണ്ട് ഇവർ അന്ധമായിട്ടുള്ളൊരു, അതായത് നിങ്ങൾ അന്ധമായിട്ടുള്ള, സോറി കേട്ടോ എത്ര നേരം ഇവർ എന്ന് പറഞ്ഞാൽ, അന്ധമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ശരിക്കുമുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള സ്നേഹം എന്നുള്ള ഒരു ചിന്തയിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഇവരിലെ ബെസ്റ്റ് സെൽഫ്, അതായത് ഇവരുടെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു സെൽഫിനെ, അതായത് ഇവരിലെ നന്മയെ പുറത്തെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവരുള്ളത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇവർ കരുതുന്നത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ നന്മയെ പുറത്തെടുക്കണം, എങ്കിൽ മാത്രമേ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള റിയലൈസേഷനൊക്കെ ഇവർക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. മൈ വേൾഡ് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ അവരുടെ ലോകം തന്നെയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ചില സിറ്റുവേഷനിൽ ഇവർ പറയുന്ന, അതായത് നിങ്ങളെ ഈ ഒരു കണക്ഷനിൽ കുടുക്കിയിടാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നതായിരിക്കാം. ഓക്കെ, ബ്ലസ്ഡ് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം അവർ ബ്ലസ്ഡ് ആണ്. കാരണം ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഈ റിലേഷൻഷിപ്പിൽ ഇവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതിൽ അവർ ബ്ലസ്ഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പേഴ്സണെ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ വേറെ കിട്ടില്ല. സ്ലീപ്ലെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കായിരിക്കാം ഈ ഒരു സ്ലീപ്ലെസ് സിറ്റുവേഷനിലുള്ളത്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരെക്കാൾ കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകണം, ഈ പേഴ്സൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡേ ഡ്രീം എന്നാണ് പറയുന്നത്. ഇതും നിങ്ങളാണ് ഡേ ഡ്രീം കാണുന്നത്. ഈ ഒരു പേഴ്സൺ, അതായത് ഈ പേഴ്സൻ്റെ നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന ആ ചിക്കൻ കറി മിസ്സാവുമല്ലോ എന്നുള്ള ഒരു പെയിൻ കാരണം നിങ്ങൾ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകും തോറും നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ദുഃഖങ്ങളും എപ്പോഴും മാനസികമായിട്ട് ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് മെസ്സേജസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പല സമയത്തും നിങ്ങൾ ഫുഡൊന്നും ശരിക്കും കഴിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഹെൽത്ത് ഒരു നല്ലൊരു കണ്ടീഷനിലാവില്ല പോകുന്നുണ്ടാവുക. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായപ്പോഴേ നിങ്ങൾ ആകെ തകർന്നിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങളിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വീക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, യു ആർ റെഡി എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ റെഡി ആണോ? എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണോ അതോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളാണ് റെഡി ആവേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്.
ഇറ്റ്സ് അപ് ടു യു എന്നുള്ളതാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള, അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ളതെല്ലാം നിങ്ങളിൽ ആണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാണ് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഒക്കെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം നിങ്ങൾ മുൻപോട്ട് എന്തായാലും ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അടുത്തകളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള മാസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. അബാൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ട് അബാൻഡൻസ് വരാൻ വേണ്ടി പോകുന്നു. സമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പണമായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് സമൃദ്ധമായിട്ടുണ്ടാവും എന്നല്ല, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ഒ, ലെറ്റർ സി, ലെറ്റർ പി, ലെറ്റർ ബി, തിരുവോണം, നവംബർ, ലെറ്റർ ടി, ലെറ്റർ ഡി, 1986, 1992, ഭരണി, 1988, ജനുവരി, ലെറ്റർ എ, ഡിസംബർ, ലെറ്റർ എച്ച്, ഉത്രം, 1985. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.